ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യവഴി ശുശ്രൂഷയുടെ 24-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവജനമേ, അനുഗ്രഹത്തിൻ്റെ ഈ ദിവസങ്ങൾ ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിച്ച് ഒക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന നമ്മളെ പരസ്പരം സഹായിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണേ. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങനെ തന്നെ അറിയിക്കുന്നുമുണ്ട്. അതായത് ഞങ്ങൾ ഈ നിയോഗം വയ്ക്കുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഞാനും പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. നിരവധിയായ നിയോഗങ്ങൾ ഈ യൂട്യൂബിലൊക്കെ ഇത് വരുമ്പോൾ, ചിലപ്പോൾ ലൈവായിട്ട് പോകുന്ന നേരത്ത്, അല്ലെങ്കിൽ പിന്നീട് ആ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ആകുന്ന നേരത്ത് ഒക്കെ അതിൻ്റെയൊക്കെ താഴെ നിരവധിയായ സങ്കടങ്ങൾ എഴുതിയിടുന്ന മനുഷ്യരെ കാണുമ്പോൾ ഞാൻ ചിലരോടൊക്കെ പറയും, ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ആ ഓരോ കമൻറ്റും എടുത്തു വെച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ മനസ്സും സമയമുള്ളവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ആവശ്യപ്പെടാറുണ്ട്, നിങ്ങൾ ചിലപ്പോൾ എനിക്ക് അത്രയും സമയം കിട്ടാതെ ചിലപ്പോൾ ഓടി നടക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥന കൊണ്ട് പിൻബലം തരുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ ഒരു ഉറപ്പ് തരുന്നവർ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് എന്ത് നിസ്സഹായതയോടെ ആയിരിക്കും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ ചുവട്ടിലിടുന്നത്. നമ്മളപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കമൻറ്റൊക്കെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വിടും. പക്ഷെ അത് പോരാ. ആ ഓരോ പ്രാർത്ഥനയും കാണുമ്പോൾ അവരെ ഓർത്ത് അവരുടെ ആ നിയോഗത്തെ പ്രതി നമുക്കൊരു പ്രാർത്ഥന ചെല്ലാൻ പറ്റണം. ഇനിയാണെങ്കിലും അത് കാരുണ്യ വഴി മാത്രമല്ല, ഇനിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഇങ്ങനത്തെ വചനപ്രഘോഷണത്തിൻ്റെ ദിവ്യകാരുണ്യ ആരാധനയുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെയൊക്കെ മനുഷ്യർ ഓരോ കമൻറ്റ് ഇടുമ്പോൾ, അപ്പോൾ നമ്മൾ വി ഷുഡ് ഫീൽ വിത്ത് ദം. അവരുടെ ആ സങ്കടം മനസ്സിലാക്കണം. എത്ര സങ്കടം ഉണ്ടായിട്ടില്ല അവർ എല്ലാവരുടെയും സഹായം ചോദിക്കുകയും പ്രാർത്ഥന ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളും പ്രാർത്ഥിച്ച് അവരെ ബലപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 40-ാം വാക്യം. മത്തായി 27:40. ഈശോയുടെ പീഠാനുഭവ രംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട രംഗമാണ്. ഈശോ അവൻ്റെ ഈ പീഠാനുഭവ രംഗങ്ങളിൽ ഏറ്റവും ധൈര്യം, തൻ്റെ ഇടം കാണിച്ച രംഗം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ രംഗമാണ്. ഓരോ രംഗത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. ചിലത് നമ്മൾ പറയും ഇത്രയും സൗന്ദര്യമുള്ള രംഗം, നമ്മളെ അത്ഭുതപ്പെടുത്തിയ, ഇന്നലെ നമ്മൾ ചിന്തിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിയ രംഗം, ക്ഷമിക്കുന്നു എന്ന് പറയുന്ന രംഗം. ഇത് ഈശോ അവൻ്റെ ആ കണ്ടൻ്റ് ഉണ്ടല്ലോ, ഒരാളുടെ കണ്ടൻ്റ് എന്ന് പറയത്തില്ലേ, ഒരാളുടെ കാമ്പ്, ഉള്ളടക്കം, അത് ഏറ്റവും പ്രൂവ് ചെയ്ത മൊമെൻ്റാണ് ഇത്. അവൻ എന്താണെന്ന് ഈശോയുടെ ക്വാളിറ്റി ഏറ്റവും തെളിയിച്ച മൊമെൻ്റാണ് ഈ മത്തായി 27:40. അതിങ്ങനെയാണ്. 39-ാം വാക്യം തൊട്ട് വായിക്കാം, ഇപ്പോൾ കാര്യം മനസ്സിലാവും. അതിലെ കടന്നു പോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ടത് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. നിങ്ങൾക്ക് ആ രംഗം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, ഈശോ ഏറ്റവും ഉദാത്തമായ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഉദാത്തമായ, മറ്റാരെ കൊണ്ടും പറ്റാത്തൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേ പോകുന്ന ഏതോ ഒരു പീറപ്പയ്യൻ, എന്നുവെച്ചാൽ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവൻ, വെറും കീടം, ഈ ഉന്നതനായ ദൈവപുത്രനായ കർത്താവിനെ നോക്കിയിട്ടേ തല കുലുക്കി ചിരിച്ച് കാണിച്ചിട്ട്, എടാ നീ അല്ലേടാ പറഞ്ഞേ, നീ 3 ദിവസം കൊണ്ട് പള്ളി പുതുക്കി പണിയുമെന്ന്. പള്ളിയൊക്കെ പുതുക്കി പണിയാൻ വരട്ടെ, നീ വലിയ ദൈവത്തിനാണെങ്കിൽ തന്നെ രക്ഷിക്കുക, നീ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് തോണ്ടിയിട്ട് പോകുന്നത് ഒരാളുടെ ആത്മാഭിമാനത്തെ, സ്വത്വബോധത്തെ തോണ്ടുകയാണ്. അത്രത്തോളം ഭീകരമായ മറ്റൊന്നുമില്ല കേട്ടോ, അത്രത്തോളം ഭീകരമായ മറ്റൊന്നുമില്ല. ഒരാളുടെ സ്വത്വബോധത്തെ, സ്വയം ബോധത്തെ തോണ്ടുന്നിടത്തോളം ടെറർ വേറൊന്നുമില്ല. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. അത് അത്ര സ്കില്ലുള്ളവർക്ക് മാത്രം പറ്റുന്നതാണ്. എന്നുവെച്ചാൽ ഒരുത്തം വന്നിട്ട്, അതല്ലേ നമ്മൾ ചിലർ വന്ന് ചൊടിപ്പിക്കത്തില്ലേ നമ്മളെ, എടാ നീ ആണാണെങ്കിൽ ചെയ്യണമെന്നൊക്കെ പറയത്തില്ലേ. അത് ഈ ആൺ മേധാവിത്വത്തിൻ്റെ ഡയലോഗാണ്. എന്നാൽ ഇരിക്കട്ടെ, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നീ ആണാണെങ്കിൽ ചെയ്യട്ടെ. എന്താ കാര്യം? അത് നമ്മുടെ സ്വത്വബോധമാണ് ആണെന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവൻ കൃത്യ സ്ഥലത്താണ് തോണ്ടിയിരിക്കുന്നത്. അതുപോലത്തെ ഒരു തോണ്ടലാണത്.
പക്ഷേ ഈശോ അതിനെ എത്ര സുന്ദരമായിട്ടാണെന്നറിയാം അതിജീവിച്ച്. ഈശോ എത്ര സുന്ദരമായിട്ട് അതിനെ അതിജീവിച്ച്. കാരണം നമ്മളെടുക്കൽ നമ്മളെക്കാൾ ഒത്തിരി താന്നവൻ വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചാൽ നമ്മളൊരു തട്ട് കൊടുത്തെങ്കിലും വിടത്തില്ല, അവനെ ഒരു തട്ട് കൊടുത്തെങ്കിലും വിടത്തില്ലേ ഈസി ആയിട്ട്. ഇത് ശരിക്കും നമ്മൾ വീണു പോകുന്നൊരു കെണിയാണിത്. നമ്മുടെ സ്വത്വബോധം, ഞാൻ ആരാണ് എന്ന ചിന്ത. സ്വത്വബോധം വേണം. ഞാൻ ഈ പറയുന്ന കാര്യം ഒരല്പം കട്ടിയായിട്ട് തോന്നും, പക്ഷെ വളരെ സിമ്പിളായിട്ട് പറയാം. ഇത് മനസ്സിലാക്കിയാൽ പിശാച് നമ്മളെ വീഴിക്കാൻ കുഴിച്ചിരിക്കുന്ന ഒരു വലിയ വാരിക്കുഴിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇതൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. എന്താണത്? സ്വത്വബോധം അഹങ്കാരമായിട്ട് മാറുന്നത് എപ്പോൾ? സ്വത്വബോധം ഉള്ളൊരാൾ ദൈവത്തെ മറക്കുമ്പോൾ അത് അഹങ്കാരമായിട്ട് മാറും. ശ്രദ്ധിച്ചേ, ഞാൻ ആരാണ് എന്ന ചിന്ത നമുക്കെല്ലാവർക്കും വേണം. അപ്പം ഞാൻ ചിന്തിക്കണം, ഞാനൊരു പുരോഹിതനാണ്, കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ്, ഇതെൻ്റെ സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഇന്ന വീട്ടിലെയാണ്, എൻ്റെ സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. ഈ അപ്പൻ്റെ മകനാണ്, എൻ്റെ സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഈ സ്വയം ബോധത്തോട് ചേർന്ന് ഒരു ദൈവാശ്രയത്വം ഉണ്ടാകണം. ഈ സ്വയം ബോധത്തിൽ നിന്ന്, ഈ ഞാൻ ആരാണെന്നുള്ള ചിന്തയിൽ നിന്ന് ദൈവത്തെ മാറ്റിയാൽ അതോടുകൂടി ഇതെൻ്റെ അഹങ്കാരമായിട്ട് മാറും. അഹങ്കാരം എനിക്ക് വീഴാനുള്ള ഇടർച്ചയുടെ കല്ലാണ്. നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിയണം. ആരാണ് തിരിച്ചറിയേണ്ടത്? ആരോട് ബന്ധപ്പെട്ടാണ്? ദൈവത്തോട് ബന്ധപ്പെട്ട്. ഞാൻ കത്തോലിക്ക പുരോഹിതനാണ്, ദൈവകൃപയാൽ. ഞാൻ ഇന്ന വീട്ടിലെയാണ്, ദൈവകൃപയാൽ. ഇന്ന അപ്പൻ്റെ മകനാണ്, ദൈവകൃപയാൽ. ആ ദൈവകൃപയാൽ എന്നുള്ള ഫാക്ടർ പോകുന്നതോടുകൂടി ഇതെല്ലാം എൻ്റെ അഹങ്കാരത്തിൻ്റെ വിഷയങ്ങളാകും. അതോടുകൂടി ഞാൻ വീഴും. ശരിക്കും ഈശോയുടെ സ്വത്വബോധമല്ലേ അവൻ ദൈവപുത്രനാണെന്നുള്ളത്? അവൻ്റെ അഭിമാനമല്ലേ അത്? അവൻ എത്രയോ വട്ടം പറഞ്ഞു, എനിക്കൊരു അപ്പായുണ്ട്, എൻ്റെ അപ്പായാണ് എല്ലാം, എൻ്റെ അപ്പ പറയുന്നത് ഞാൻ ചെയ്യുന്നത്. ദൈവപുത്രനാണ്, ഈ അപ്പായുടെ മകനാണെന്നുള്ളത് അവൻ്റെ ഏറ്റവും വലിയ സ്വയം ബോധമാണ്. ആ സ്വയം ബോധത്തെ കയറിയാ തോണ്ടിയിരിക്കുന്നത്. ഇവൻ തോണ്ടിയാൽ ഉടനെ താന്ന് വീഴാനുള്ളതല്ല ഇവൻ്റെ സ്വയം ബോധം ഈശോയിട്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവൻ തോണ്ടിയ പാടെ കർത്താവ് അവൻ്റെ ശക്തി അങ്ങോട്ട് തെളിയിച്ചിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ, അയ്യോ സമ്മതിച്ചു കേട്ടോ നീ ദൈവപുത്രനാണെന്ന്. പക്ഷേ ഈ പിതാവിന് പുത്രനെ കൊണ്ട് ഉന്നതമായ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറ്റാൻ ഇപ്പോൾ ഒരു നിശബ്ദത ആവശ്യമാണെന്ന് അറിയാവുന്ന കർത്താവ് ഈ പ്രകോപനത്തോട് നിശബ്ദത കൊണ്ട് അതിനെ തോൽപ്പിച്ചു കളഞ്ഞു. നമ്മളെപ്പോഴും ഓർക്കണം, ആരെങ്കിലും നമ്മളെ പ്രകോപിപ്പിച്ചിട്ട് ആ പ്രകോപനത്തിൻ്റെ കെണിയിൽ നമ്മൾ വീണു പോയാൽ സംഭവിക്കുന്നത്, നമ്മളിലൂടെ സാധ്യമാകേണ്ട ഒരു ഉപരി മഹത്വം, നമ്മളിലൂടെ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ വലിയ പദ്ധതി അവിടം കൊണ്ട് താറുമാറായിപ്പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയുണ്ടാകട്ടെ. നമ്മുടെ ചുറ്റുമുള്ള പ്രകോപനങ്ങളിൽ വീണു പോകാതിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ സ്വത്വബോധവുമായി ഉണ്ടാകുന്ന പ്രകോപനങ്ങളിൽ വീണു പോകാതിരിക്കണം. അങ്ങനെ വീണു പോകുന്നതോടുകൂടി നമ്മൾ തെളിയിക്കുന്നു, എൻ്റെ ഞാൻ ബോധം എൻ്റെ അഹങ്കാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അഹങ്കാരം പാപമാണ്. 2-3 വാക്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അഹങ്കാരത്തിൻ്റെ അപകടങ്ങളാണ്. സുഭാഷിതം 16-18, സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കാം, 16-ാം അധ്യായം 18-ാം വാക്യം. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും. ഒരു സെൽഫ് റിയലൈസേഷൻ്റെ ഘട്ടം കഴിഞ്ഞിട്ട് അതൊരു ഈഗോ ആയി വളരുന്നിടത്ത് തകർച്ച ആരംഭിക്കുന്നു. ഞാൻ ആരാണ് എന്ന ചിന്ത കർത്താവിനോട് ചേർത്ത് മനസ്സിലാക്കാതെ കർത്താവിനെ മറന്നിട്ട് ഞാൻ എന്ന് ചിന്തിക്കുന്നിടത്ത് എൻ്റെ അധപതനം ആരംഭിച്ചു കഴിഞ്ഞു. അത് ശ്രദ്ധിക്കണം. ഇനിയും പത്രോസ് ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാം വാക്യം, 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വാക്യം എടുക്കാം. അപ്രകാരം തന്നെ യുവാക്കന്മാരെ, നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ,
പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും ഇന്ന് പ്രാക്ടിക്കലായിട്ട് ഈ വിഷയം ഇപ്പോൾ കട്ടിയാണ്, പക്ഷേ ഇതിനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈഗോ എവിടെയാണുള്ളത്. അതായത് എന്തേ തൊട്ടാൽ നമ്മൾ ഇളകും. ചിലരോട് നമ്മൾ പറയത്തില്ലേ, നീ എന്ത് പറഞ്ഞാലും കളിയാക്കിക്കോ, പക്ഷെ ആ കാര്യം മിണ്ടിയേക്കരുത്. എന്താ അർത്ഥം എന്നറിയാവോ? അതാണ് നമ്മുടെ ഈഗോ. ആ കാര്യമാണ് നമ്മുടെ ഈഗോ. അതേ തൊട്ടാലാണ് നമ്മൾ വീഴാൻ പോകുന്നത്. എന്തിനാണ് നമ്മുടെ ബലഹീനത അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? അങ്ങനെ ഒരു ബലഹീനത എന്തിനാണ് നമുക്ക്? അതുകൊണ്ട് അങ്ങനൊരു ഈഗോ, അങ്ങനെയൊരു ഞാൻ ഭാവം വേണ്ട. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിങ്ങനെ നോക്കുക, ഞാൻ അഹങ്കരിച്ചു പോകുന്ന ചില മേഖലകളുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം. ഞാൻ അഹങ്കരിക്കുന്ന, ദൈവത്തെ മറന്നിട്ട് ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടതായി ഞാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ അഹങ്കാരം. ദൈവത്തെ മറന്നിട്ട് ദൈവത്തേക്കാൾ പ്രധാനപ്പെട്ടതായി ഞാൻ വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ അഹങ്കാരം. ഇവിടെ ഈശോ ദൈവപുത്രൻ എന്നുള്ള കാര്യം ദൈവത്തെയും മറന്നിട്ട് അവൻ്റെ തലയിൽ കയറിയിരുന്നെങ്കിൽ ഇവൻ വന്ന് വെല്ലുവിളിച്ചപ്പോൾ തന്നെ ഈശോ ഇറങ്ങിപ്പോയനെ, കുരിശൻ ഇറങ്ങിപ്പോയനെ. പക്ഷേ ദൈവപുത്രനായിരിക്കുമ്പോഴും അവൻ ഒന്നാം സ്ഥാനത്ത് ആരെ വെച്ചിട്ടുണ്ട്? ദൈവത്തെയും ദൈവത്തിൻ്റെ പദ്ധതിയെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവന് ഈ പ്രകോപനത്തെ തോൽപ്പിക്കാൻ പറ്റി. ദൈവത്തെ മറന്നിട്ട് എന്തിനെങ്കിലും ഒന്നാം സ്ഥാനത്ത് വെച്ചിട്ടുണ്ടോ? അപകടമാണ്. ഈ അഹങ്കാരം എന്ന പാപം തലയിൽ കയറിയുള്ള കുഴപ്പം അത് നമ്മുടെ നാശത്തിൽ കലാശിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേട്ടോണം. വിമല ഹൃദയ പ്രതിഷ്ഠയിൽ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ എന്തിനെക്കുറിച്ച് അഹങ്കരിക്കുന്നോ അവിടെ ദൈവം അടി തരും. ശ്രദ്ധിച്ചേ, അഹങ്കാരം ഒരു അപകടം പിടിച്ച പാപമാണ്. നമ്മൾ എന്തിനെക്കുറിച്ച് അഹങ്കരിക്കുന്നോ അവിടെ ദൈവം അടി തരും. നമ്മൾ സമ്പത്തിനെക്കുറിച്ച് അഹങ്കരിച്ചാൽ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? സമ്പത്ത് തകർക്കും. നമ്മൾ നമ്മുടെ കുടുംബ പേരിനെക്കുറിച്ച് അഹങ്കരിച്ചാൽ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? മറ്റൊരാളോട് ഈ കുടുംബ പേര് പറയാൻ കഴിയാത്ത വിധത്തിൽ ഈ കുടുംബത്തെ കർത്താവ് നാണം കെടുത്തി കളയും. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ അഹങ്കരിച്ചാൽ കർത്താവ് മക്കളെ അടിക്കും. ഇത് കേൾക്കുമ്പോൾ എൻ്റെ കാരുണ്യ വഴി പ്രേക്ഷകർ ചോദിക്കും, അച്ചോ ഇത്രയും കുശുമ്പ് പിടിച്ച കർത്താവാണോ നമ്മുടെ കർത്താവ്? എന്തിനെക്കുറിച്ചെങ്കിലും അഹങ്കരിച്ച ഉടനെ അവിടെ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ കർത്താവ്? അതിൻ്റെ കാരണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ആ വെട്ടം കിട്ടാൻ പോകുന്നത്, വെളിച്ചം കിട്ടാൻ പോകുന്നത്. ഉദാഹരണത്തിന് സമ്പത്ത്. നമ്മുടെ അഹങ്കാരം സമ്പത്തിലാണെങ്കിൽ കർത്താവ് ഈ സമ്പത്ത് തകർക്കാൻ കാരണം നിന്റെ സമ്പത്തിനേക്കാൾ കർത്താവിന് വിലയുണ്ട് നിന്റെ ആത്മാവിനെ. ഈ സമ്പത്തിനേക്കാൾ കർത്താവ് വില നൽകുന്നുണ്ട് നിന്റെ ആത്മാവിന്. നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ഈ സമ്പത്ത് തകർക്കണമെന്നാണെങ്കിൽ ഈ സമ്പത്ത് തകർത്തും കർത്താവ് നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കും. അതേ എൻ്റെ കാരണമുള്ളൂ. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം, തന്നവനെ മറന്നിട്ട് തന്നതിലേക്ക്, അത് നമ്മുടെ കഴിവാകാം, സമ്പത്താകാം, നമ്മുടെ സ്വാധീനമാകാം, കുടുംബമാകാം, എന്തുവാകാം, തന്നവനെ മറന്നിട്ട് തന്നതിലേക്ക് നമ്മൾ നോക്കിയിരുന്നാൽ തന്നത് തകർത്തിട്ട് അവൻ വീണ്ടും തന്നവനിലേക്ക് നമ്മളെ നോക്കിപ്പിക്കും. അതുകൊണ്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം കിട്ടി കയ്യിലിരിക്കുമ്പോഴും പറയണം, എൻ്റെ കർത്താവ് തന്നുകൊണ്ട് ഉണ്ട്, എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ആണ്. ദൈവത്തെ മറന്നിട്ടുള്ള സ്വത്വബോധം അഹങ്കാരമാണ്. അഹങ്കാരം നാശത്തിൽ കലാശിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഴാൻ സാധ്യതയുള്ള എൻ്റെ അഹങ്കാരത്തിൻ്റെ മേഖലകളെ ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനെ കർത്താവിൻ്റെ കുരിശോട് ചേർത്തങ്ങ് സമർപ്പിച്ചേക്കണം. അത് നമുക്കുള്ള ഇടർച്ചയുടെ കല്ലായിട്ട് മാറും, തട്ടി വീഴുന്ന കല്ലായിട്ട് മാറും. അത് നമുക്ക് വേണ്ട. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ അഹങ്കരിച്ചു പോയ നേരങ്ങളെ, അഹങ്കരിക്കുന്ന ചിന്തകളെ ഒക്കെ സമർപ്പിച്ച് എളിമയോടെ ദിവ്യകാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. ദൈവത്തെ മറന്ന് നമ്മൾ അഹങ്കരിച്ചു പോകുന്ന മേഖലകളെ ആത്മശോധന ചെയ്യുക.
വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ വഴിയെ നടക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൻ്റെ 24-ാം നാൾ തിരുമുമ്പാകെ ഞങ്ങൾ ധ്യാനിച്ചത് നിന്റെ കണ്ടന്റ്, നിന്റെ കാമ്പ് വെളിപ്പെടുത്തപ്പെട്ട ആ നിമിഷത്തെയാണ്. നിന്റെ കുരിശുമരണവും കണ്ട് വഴിയെ പോയൊരാൾ നിന്റെ സ്വത്വബോധത്തെ, നിന്റെ ഏറ്റവും വലിയ അഭിമാനത്തെ പ്രകോപിപ്പിച്ചതാണ്. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്കിറങ്ങി വാ, നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയെ, നിന്റെ ഏറ്റവും വലിയ അഭിമാനവും ഏറ്റവും വലിയ സന്തോഷവും അതായിരുന്നു. നീ ദൈവപുത്രനാണ്, ഒരപ്പായുണ്ട് എന്നത്. നീ ദൈവപുത്രനാണെന്നുള്ള കാര്യം നിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കണമെന്നാണ് നീ ഏറ്റവും അധികം ആഗ്രഹിച്ചത്. ഇന്നിപ്പോൾ ദാ നിന്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട സ്വയം ബോധത്തെ മറ്റൊരാൾ പ്രകോപിപ്പിക്കുകയാണ്. ആരും വീണു പോകുന്ന കെണി, ആരും വീണു പോകുന്ന കെണിയാണ് ഒരാളുടെ സ്വത്വബോധത്തെ പ്രകോപിപ്പിക്കുന്നത്. എന്നിട്ടും ഈശോയെ, എത്ര വിദഗ്ധമായിട്ടാണ് നീ മൗനം അവലംബിച്ചത്. കാരണം നിനക്കറിയാം, ആ കെണിയിൽ വീണു പോയാൽ പൂർത്തിയാകാതെ പോകുന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ് എന്ന്. ഈശോയെ, ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ഞങ്ങളുടെ ഈ സ്വയം ബോധത്തെ പ്രകോപിപ്പിക്കുമ്പോൾ ദൈവീക പദ്ധതി മറന്നും ഞങ്ങൾ സടകുടഞ്ഞ് അവരെ ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഈശോ, കുരിശേൽ കിടന്നും നീ കാട്ടിയ ആ പക്വതയും പാകതയും അതിൻ്റെ പങ്ക് ഞങ്ങൾക്ക് സമ്മാനിക്കണമേ. ഈശോ, ഞങ്ങൾ തിരിച്ചറിയുന്നു, ഒരാൾക്ക് തന്നെക്കുറിച്ചുള്ള ചിന്ത, അവബോധം, സ്വത്വബോധം, സ്വയംബോധം, ആ സ്വയാവബോധത്തിൽ നിന്ന് ദൈവം മാഞ്ഞു പോകുമ്പോൾ അത് അഹങ്കാരമായിട്ട് മാറുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ദൈവത്തെ കൂട്ടുപിടിച്ചാണ് ഓരോരുത്തരും തങ്ങളെ മനസ്സിലാക്കേണ്ടത്. തങ്ങളെ മനസ്സിലാക്കുന്നതിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തുന്നതോടുകൂടി ഒരാൾ അഹങ്കാരിയായി മാറുന്നു. ഈശോയെ, എല്ലാം നീ തന്നതാണെങ്കിലും നൽകപ്പെട്ടവയോർത്ത്
അഹങ്കരിക്കുന്ന മൗഢ്യം ഞങ്ങളിലും ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട്. ഞങ്ങൾ കേൾക്കുകയായിരുന്നു അഹങ്കാരം ഒരപകടം പിടിച്ച പാപമാണെന്ന്. കാരണം നീ ഞങ്ങളുടെ ആത്മാവിനെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നീ അത്രമേൽ ആഗ്രഹിക്കുന്നത് കൊണ്ട്, ഞങ്ങൾ എന്തിൽ അഹങ്കരിക്കുന്നോ അതിനെ തകർത്തും നീ ഞങ്ങളെ വീണ്ടെടുക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ആ അപകടം പറ്റിയിട്ടുണ്ട്. തന്നവനായ നിന്നെ മറന്നിട്ട് തന്നവയിലേക്ക് നോക്കിയിരിക്കുന്ന, തന്നവയിൽ സന്തോഷിക്കുന്ന അപകടം ഞങ്ങൾക്കും പറ്റിപ്പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾ വീണ്ടും നിന്നിലേക്ക് നോക്കട്ടെ. എല്ലാം നീ തന്നതാണ്. നീ തന്നില്ലായിരുന്നെങ്കിൽ ഒന്നുമില്ലെന്ന് ചിന്തിക്കാൻ കഴിയും വിധം ഒരു എളിമ ഞങ്ങളിൽ വളരട്ടെ. ദൈവജനമേ, അഹങ്കരിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത്, എളിമ ശീലിക്കാൻ മറന്നുപോയ നേരങ്ങളെ ഓർത്ത് അനുദപിച്ച് തിരുമുമ്പാകെ കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവം. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവ സ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? പൊന്നു കുഞ്ഞേ, ദൈവ സ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയൂസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന്
ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ.
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി
പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ.
അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അഹങ്കരിച്ചു പോയ നേരങ്ങളെ ഓർത്ത് അനുദപിച്ച് എളിമയെന്ന വലിയ പുണ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. എളിമയാ
നിറക്കേണമേ. എളിമയാൽ നിറക്കേണമേ. എളിമയാൽ നിറക്കേണമേ. എളിമയാൽ നിറക്കേണമേ. എളിമയാൽ നിറക്കേണമേ. എളിമയാൽ നിറക്കേണമേ. ആയിരം നൂനും ആയിരിക്കും നൂനും വരുവാനിരിപ്പോനും സർവശക്തനും. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.